ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് വീടിനുള്ളിലെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ അഴിച്ചു മാറ്റി അടുത്ത കൊല്ലത്തേക്ക് അത് എങ്ങനെയാണ് സൂക്ഷിച്ചു വെക്കുന്നതെന്നുള്ള വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഇന്നിവിടെ ശനിയാഴ്ചയാണ്. മസാല ദോശയും സാമ്പാറും ചട്നിയുമാണ് ഇന്ന് രാവിലത്തെ ഭക്ഷണം. ദോശ നന്നായി പരത്തി വലുതാക്കി ചുട്ട് കല്ലിൽ നിന്ന് വേർപെടുന്ന പരുവം ആകുമ്പോൾ മസാലക്കൂട്ട് അതിലേക്ക് വെച്ച് ദോശ മടക്കി എടുത്ത് പാത്രത്തിലേക്ക് വയ്ക്കുന്നു. നല്ല മൊരിഞ്ഞ മസാല ദോശയും ചട്നിയും കൂട്ടത്തിൽ ആവി പറക്കുന്ന ഒരു ചായയും ഇവിടുത്തെ എല്ലാവരുടെയും ഫേവററ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഭക്ഷണമൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ക്രിസ്മസ് ഡെക്കറേഷൻസ് ഓരോന്നായി എടുത്ത് പായ്ക്ക് ചെയ്ത് വയ്ക്കാം. ഇനി അടുത്ത കൊല്ലത്തേക്ക് വേണ്ടി നന്നായി പായ്ക്ക് ചെയ്ത് അടുക്കി വയ്ക്കണം. ഓരോ സാധനങ്ങളും എടുത്ത് ഈ വലിയ പെട്ടിയിൽ ആണ് പായ്ക്ക് ചെയ്യുന്നത്. കുറച്ചധികം സാധനങ്ങൾ കൊള്ളുന്ന വലിയ ഒരു പ്ലാസ്റ്റിക് പെട്ടിയാണിത്. ഇത് ഇവിടെയുള്ള ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. ഓരോ പെട്ടിയും ഒന്നിനു മുകളിൽ മറ്റൊന്നായി അടുക്കി വയ്ക്കാവുന്ന രീതിയിലുള്ള പെട്ടികളാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സ്പേസ് മതിയാകും ഇവ അടുക്കി വയ്ക്കുവാൻ. സാന്റാക്ലോസും പോയിൻസെറ്റിയ ഫ്ലവർ ബാസ്ക്കറ്റും മെറ്റൽ ഹൗസും വോൾ ഹാങ്ങിങ്ങും സാന്റാ സ്റ്റോക്കിംഗ് ഹോൾഡറും എല്ലാം ഒരേ ബോക്സിൽ തന്നെ ഇരിക്കുന്നതിനാൽ അവ വളരെ എളുപ്പത്തിൽ തന്നെ കണ്ടെത്താൻ സാധിക്കും. അതുമാത്രമല്ല, വീട്ടിനുള്ളിലെ ഡെക്കറേഷൻസ് എല്ലാം തന്നെ ഈ ബോക്സിനുള്ളിൽ ആയതിനാൽ ബോക്സിന് മുകളിൽ ഹോം ഡെക്കറേഷൻസ് എന്ന് അടയാളപ്പെടുത്തി വയ്ക്കുന്നതിനാൽ അടുത്ത കൊല്ലത്തേക്ക് അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് വരില്ല. ക്രിസ്മസ് ട്രീ എടുത്ത് അതിൻ്റെ ബോക്സിലേക്ക് പായ്ക്ക് ചെയ്ത് വയ്ക്കാം. ഇത് 3 ഭാഗങ്ങൾ ആയിട്ടാണ് എടുത്ത് വയ്ക്കേണ്ടത്. ഇത് ആദ്യത്തെ ഭാഗമാണ്. സ്റ്റാൻഡിൽ നിന്ന് എടുത്ത് ചെറുതായി ഒന്ന് തിരിച്ചതിന് ശേഷം നന്നായി മടക്കി ഒതുക്കിയ ശേഷം ട്രീ ബോക്സിലേക്ക് വയ്ക്കുന്നു. മധ്യഭാഗത്തെ ട്രീയും നന്നായി ഒതുക്കി വച്ച ശേഷം ബോക്സിനുള്ളിൽ വയ്ക്കുന്നു. ഏറ്റവും ലാസ്റ്റ് ട്രീയുടെ 3ാമത്തെ ഭാഗം പതിയെ എടുത്ത് മടക്കുമ്പോൾ തന്നെ അത് താഴേക്ക് ചുരുങ്ങി വരുന്നു. അതിനുശേഷം അതും പായ്ക്ക് ചെയ്ത് വയ്ക്കുന്നു. ട്രീയുടെ സ്റ്റാൻഡ് ചെറിയ പീസുകളാക്കി മടക്കി ഇതിനുള്ളിൽ തന്നെ വയ്ക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ട്രീ സ്കേർട്ടും വയ്ക്കുന്നു. ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച്. ഇത്രയുമൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു സോ മച്ച്. ബൈ.